എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? നമുക്ക് നല്ലൊരു ചിക്കൻ പോപ്കോൺ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കനൊക്കെ ഇത് കണ്ട് ഞാൻ ചെറിയ പീസായിട്ട് ബോൺലെസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പോപ്കോൺ പോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലില്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് കഴിക്കാൻ. നമുക്ക് അതിനു വേണ്ടി ആദ്യം തന്നെ 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം ചിക്കൻ ഒന്ന് 10-15 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ വേണം അതിൻ്റെ കോട്ടിങ് ഉണ്ടാക്കാൻ. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇവിടത്തിൽ ഇത് ഞാൻ ഒരു വലിയ സ്പൂണ് വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിടാം. ഇത് ചില്ലി സോസാണ്. നമുക്കൊരു സ്പൂണ് ചില്ലി സോസ് ചേർക്കാം. എരിവൊക്കെ ആവശ്യമനുസരിച്ച് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഞാൻ ഇച്ചിരി ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർക്കുവാണ്. നമ്മൾ ഇതിനകത്ത് ഇച്ചിരി പാൽ ഒഴിക്കുന്നുണ്ട്. പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ആദ്യം നമുക്ക് മിക്സ് ചെയ്യാം. നാരങ്ങാനീരല്ല ഞാൻ ഇന്ന് ഒഴിക്കുന്നത്, നമ്മളിന്ന് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിരിയും കൂടി ഒഴിക്കുമ്പോൾ മാരിനേറ്റ് ചെയ്താൽ നല്ല ചിക്കന് നല്ലൊരു എരിവും പുളിയൊക്കെ കിട്ടും. നമുക്ക് 1 സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിക്കാം. ഈ വൈറ്റ് വിനെഗർ കിട്ടുന്നത് ഒഴിക്കുവാണ് നല്ലത്. 1 സ്പൂൺ വിനാഗിരി ഒഴിക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചില്ലി സോസ് ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മുളക് പൊടി ഇടുമ്പോൾ ഒരുപാട് എരിവ് കൂടിപ്പോവല്ലേ. ആവശ്യമനുസരിച്ച് പിന്നെ വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കാവുള്ളൂ. പിന്നെ അത് നമുക്കൊരു 2-3 സ്പൂണ് പാലുകൂടി ഒഴിക്കണം. 2 സ്പൂണ് പാലൊഴിക്കാം. നമ്മളൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണം. ഇത് മാരിനേഷൻ ചെയ്താൽ നല്ലതുപോലെ ഒന്ന് ചിക്കൻ്റെ പീസിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ റെഡി ആകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ കോട്ടിങ് ഉണ്ടാക്കാം. ഞാൻ ഇതുപോലെ മൈദാമാവും കോൺഫ്ലവർ രണ്ടും കൂടി മിക്സ് ആക്കിയാണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ ഇതിന് 1 സ്പൂൺ എടുത്തിട്ടുള്ളൂ. ബാക്കി മൈദാമാവാണ് എടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ നല്ലപോലെ ഇതിനകത്തൊന്ന് കോട്ട് ചെയ്തിട്ട് 2 പ്രാവശ്യം ഡിപ്പ് ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് പോപ്കോണിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇച്ചിരി 1/2 സ്പൂണ് വേണ്ട, അതിനേക്കാൾ കുറച്ച് മതി. പകുതി 1/4 സ്പൂണ് മതി മുളക് പൊടി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് 1/2 സ്പൂണും കൂടി ഇടാം. നമ്മൾ ചിക്കനിലൊക്കെ പറ്റി വെളുത്തുള്ളി ഇരിക്കുമ്പം ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കുന്നില്ല, ഇങ്ങനെ പൗഡറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ആദ്യം ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് എടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് 1 മുട്ടയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ചിക്കനൊന്ന് റെഡിയായി ഒന്ന് നോക്കാം. അപ്പോൾ ഇത് 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ 1 മുട്ടയും കൂടെ ചേർക്കണം. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ മുട്ട ഇടുന്നത് കൊണ്ട് നമ്മൾ ഈ കോട്ടിങ് ഒക്കെ നല്ലപോലെ ഒന്ന് ചിക്കനെ പിടിച്ചിരിക്കും. അതിനാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ പോപ്കോൺ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആയി കിട്ടും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഓരോരോ പീസ് എടുത്ത് വേണം ഈ കോട്ടിങ്ങിനകത്തോട്ടൊന്ന് മുക്കിയിട്ട് എടുക്കാൻ. ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നോക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഇത് മുക്കല്ല, ഓരോരോ പീസ് ഈ നമ്മൾ മസാലയുടെ കൂടെ തന്നെ ഇങ്ങനെ ഈ മാവിനകത്ത് മൈദാമാവും നമ്മൾ കോൺഫ്ലവറും ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഒന്നിനെ തൊടാതെ വെക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം. അത് പിന്നെ കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് വേണം അതിൻ്റെ ബാക്കിയുള്ള മാവൊന്ന് പൊട്ടിക്കളയണം. അതുപോലെ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഓരോരോ പീസിനതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് കോട്ടിങ് ഒന്ന് നല്ലപോലെ ഇട്ട് കൊടുക്കണം. കയ്യെല്ലാം മാവ് പറ്റാതെ നോക്കണം, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കയ്യിലോട്ട് പിടിച്ചിരിക്കും. നല്ലതുപോലെ ഇങ്ങനെയിട്ട് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് തന്നെ ഒന്ന് മുക്കി എടുക്കണം. പിന്നെ ഇങ്ങനെ ആവശ്യത്തിന് നമ്മൾ എക്സ്ട്രാ ഉള്ള മാവൊന്ന് കൊട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ
എല്ലാ പീസും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതുപോലെ ഇങ്ങനെ എക്സ്ട്രാ ഉള്ള മാവൊന്ന് പൊട്ടിക്കളഞ്ഞാൽ മതി. നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കണം, എന്നാലേ എല്ലാ സ്ഥലത്തും പിടിച്ചിരിക്കുള്ളൂ. ബാക്കി എല്ലാ പീസും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുകൊണ്ട് ചിക്കൻ്റെ പീസൊക്കെ ഇതുപോലെ നല്ലപോലെ കോട്ടിങ്ങിലൊന്ന് മുക്കിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു കടായി ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായിരിക്കുക. ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ സ്ലോയിൽ വെച്ചിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അകമൊക്കെ ഒന്നും മൂക്കാതെ വരും. എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കുവാണെങ്കിൽ നല്ലതാവുന്ന ഓട്ടിപ്പോവാതെ ഓരോന്നേത്തില്ല നമുക്ക് മറിച്ചിടാനൊക്കെ നല്ല എളുപ്പമുണ്ട്. കുറച്ച് പീസ് ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നതിന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡ് ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേനും നല്ലതുപോലെ ഒന്ന് അകത്തുള്ള ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. നമ്മൾ ചിക്കൻ ഇതുണ്ട്, രണ്ട് സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഒരുപാട് വലിയ പീസല്ലല്ലോ നമ്മൾ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് എടുക്കാം. നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതലുള്ള എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞു പൊക്കോളൂ. ഇതെല്ലാം ഒന്ന് പാത്രത്തിലോട്ട് മാറ്റാം. ചിക്കൻ പോപ്കോൺ നല്ല റെഡി ആയിട്ടുണ്ട്. ഇന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. വേറെ ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ പിന്നെയും വരാം. എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യുന്ന റെസിപ്പികൾക്ക് തന്നെ വ്യത്യാസം എത്തണ്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞാൻ വേറെ റെസിപ്പിയായിട്ട് പിന്നെയും വരാം.